യേശുവിന്റെ തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആദ്യം മലയാളത്തിൽ തന്നെ പ്രസംഗിക്കുന്നു, അതിനുശേഷം അതെല്ലാം സംക്ഷിപ്തമായിട്ട് തമിഴിൽ ഡാനി പിന്നീട് അത് നിങ്ങളുടെ മുമ്പിൽ പറയാനെങ്കിൽ സമയം ലഭിക്കത്തില്ല. ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയ മെസ്സേജിന്റെ തുടർച്ചയായി തുടങ്ങുവാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവിക തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയമാണ്. ദൈവിക തിരഞ്ഞെടുപ്പ് എന്നുള്ളതിന്റെ അൾട്ടിമേറ്റ്, അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു വാചകമുണ്ട്. അതാണ് നിങ്ങളുടെ മുമ്പിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. 1 ശമൂവേൽ 17-ാം അധ്യായം 46-ാം വാക്യത്തിന്റെ അവസാന വാചകം. 46-ന്റെ അവസാനമാണ് വായിച്ചത്. ഇസ്രയേലിൽ ഒരു ദൈവം ഉണ്ട് എന്ന് സർവഭൂമിയും അറിയും. ദൈവിക തെരഞ്ഞെടുപ്പിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയണം. എവിടെ ദൈവമുണ്ടെന്ന്? ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയുവാനുള്ള ദൈവത്തിന്റെ ലക്ഷ്യത്തിന്റെ പദ്ധതിയിൽപ്പെട്ട വിഷയമാണ് ദൈവിക തെരഞ്ഞെടുപ്പ്. ലോകത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുപാടുണ്ട്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ദൈവിക തെരഞ്ഞെടുപ്പെന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഭാഗത്തിനായി 1 കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 2-ാം അധ്യായം എല്ലാവരും എടുത്താട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 1-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. മതി. ദൈവീക തിരഞ്ഞെടുപ്പും ലോകത്തിന്റെ അല്ല ലൗകികമായ തിരഞ്ഞെടുപ്പിന്റെയും 2 ലക്ഷണങ്ങളാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, worldly election or selection. Second one, the godly selection or election. ദൈവീക തെരഞ്ഞെടുപ്പിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, ലോകത്തിന്റെ തെരഞ്ഞെടുപ്പിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ലോക തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നതിന്റെ സംശയത്തോടെ പറഞ്ഞിരിക്കുകയാണ്. ലോകമാണെങ്കിൽ അവർ ജ്ഞാനികളെ തെരഞ്ഞെടുക്കുന്നു, അവർ ബലവാന്മാരെ തെരഞ്ഞെടുക്കുന്നു, അവർ കുലീനന്മാരെ തെരഞ്ഞെടുക്കുന്നു. ഈ 3 ക്രൈറ്റീരിയയാണ് ലോകം വെച്ചിരിക്കുന്നത്. ലോകത്തിൽ എവിടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സീറ്റിന് തന്നെ തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, ഒരു ജോലിക്ക് തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അതിനകത്ത് നോക്കുന്നത് കണ്ടാൽ കൊള്ളാകുന്നവരെ അല്ല, അതിനേക്കാൾ അധികം അവർ നോക്കുന്നത് ജ്ഞാനികളെയാണ്. അവരുടെ ജ്ഞാനത്തെ അവർ പ്രത്യേകമായി ശോധന ചെയ്താണ് അതിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. അത് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന കുലീനത്വം നോക്കി. മറ്റൊന്ന് പറഞ്ഞിരിക്കുക, ലോകത്തിൽ ഒന്നിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ അത് ബലവാനായിരിക്കണം, ശക്തിയുള്ളതായിരിക്കണം. മിലിറ്ററിയില് ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ കഴിവില്ലാത്ത, ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും തെരഞ്ഞെടുക്കുകയില്ല. അവരുടെ ബലത്തിനൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്, ഫിസിക്കൽ ടെസ്റ്റിന്. അതെല്ലാം ഫിറ്റാണെങ്കിൽ മാത്രമേ തെരഞ്ഞെടുക്കുകയുള്ളൂ. എന്നാൽ ലോകത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ലോകത്തിന് വേണ്ടത് ബലവാന്മാരെ, ലോകത്തിന് വേണ്ടത് ജ്ഞാനികളെ, ലോകത്തിന് വേണ്ടത് കുലീനന്മാരെ. രാജാവായ ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിൽ ലോകത്തിൽ കുലീനന്മാരെ തെരഞ്ഞെടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകമാകുന്ന നിലയിൽ ചിലരെ അതിനായി ദൈവം തന്നെ കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ കണ്ട രാജകലയുണ്ടെന്ന് അതിന് പറയും.
ഇങ്ങനെ 3 വിധത്തിലാണ് ലോകത്തിന്റെ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ദൈവം പറഞ്ഞിരിക്കുന്ന വാക്ക്, ദൈവീയ തെരഞ്ഞെടുപ്പ് ദൈവം ചെയ്തേക്കുന്നത്. അതിന്റെ പ്രൈസലോ 26 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ദൈവമക്കളെ, ലോകത്തിനത്ര നോക്കുമ്പോഴും ഒരു കൂട്ടർ ജ്ഞാനികളല്ലാതെ പുറന്തള്ളപ്പെടും, ഒരു കൂട്ടർ ബലഹീനരായി പുറന്തള്ളപ്പെടും, ഒരു കൂട്ടർ കുലീനരല്ലാതെ, ഒന്ന് പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്ത് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ വെച്ച് ഒരു കൂട്ടർ തള്ളപ്പെടും. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പൊക്കെ നോക്കിയേ, അവൻ പ്രൈസലോ അതിന്റെ 27 മുതൽ ദൈവം തെരഞ്ഞെടുത്തത് ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ദൈവം ഭോഷത്വമുള്ളതിനെ തെരഞ്ഞെടുക്കുന്നു, ഫൂളിഷ് പീപ്പിളിനെ തെരഞ്ഞെടുക്കുന്നു. അടുത്തത് പറയുക, ദൈവം വീക്കായിട്ടുള്ളതിനെ തെരഞ്ഞെടുക്കുന്നു, ബലഹീനമായതിനെ തെരഞ്ഞെടുക്കുന്നു. മൂന്നാമത്തെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടമായതും ആർക്കും വേണ്ടാത്തത്, യൂസ്ലെസ് ആയത്, ഏതുമില്ലാത്തതും നോക്കുമ്പോൾ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തതിനെയും ദൈവം തെരഞ്ഞെടുത്തു. ഇന്ന് പകൽക്കാലം ദൂതിലേക്ക് കയറുന്നതിന് മുമ്പേ ഒരാശയം അതിൽ കൂടെ പറഞ്ഞിട്ട് ദൈവാത്മാവിന്റെ ദൂതിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. ഒന്നിനും കൊള്ളാത്ത, ഏറെ ബലഹീനമായ, ഏറെ കുലീനമായ, ഏറെ ബലഹീനമായ, ജ്ഞാനമില്ലാത്ത എന്നെ അവൻ തെരഞ്ഞെടുത്തതിന്റെ ലക്ഷ്യം ഈ ദേശത്തിന്മേൽ ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നെയും നിങ്ങളെയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തെരഞ്ഞെടുത്തത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിൽ കൂടെ ജീവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് തെരഞ്ഞെടുക്കുവാൻ. ആർക്കും വേണ്ടാത്ത നിന്നെ അവൻ തെരഞ്ഞെടുത്തു, ജ്ഞാനമില്ലാത്ത നിന്നെ തെരഞ്ഞെടുത്തു, അവൻ കുലീനമായ നിന്നെ തെരഞ്ഞെടുത്തു, ഇല്ലാത്തതുപോലെ ഇരുന്ന നിന്നെ യൂസ്ലെസ് ആയ ദൈവം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. രോഗത്താൽ ബലഹീനമായതിനെ, ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്തതിനെ, പുറംപറമ്പിൽ തള്ളപ്പെട്ടതുപോലെ കിടന്ന നിന്നെ, ആർക്കും വേണ്ടാത്ത നിന്നെ, ഒരു യോഗ്യതയും ഇല്ലാത്ത നിന്നെ ആ യേശു തെരഞ്ഞെടുത്തെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനായി ഇന്ന് പകൽക്കാലം നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എന്തിനാ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞിരിക്കുകയാ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ, കുലീനമായ ലജ്ജിപ്പിക്കുവാൻ, ശ്രേഷ്ഠമെന്ന് ലോകം പറയുന്നതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ഇനി യേശുവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവൻ മൂലക്കല്ലായിരുന്ന അവനെ അവൻ തള്ളിക്കളഞ്ഞ ഒരു പുറങ്കല്ല് പോലെ ലോകം കണ്ടതിനെ അവൻ ഫിലിപ്പി ലേഖനത്തിൽ വിളിച്ചു പറയുന്നത്, അത് ശ്രേഷ്ഠവും മാന്യവുമേറിയ ഒന്നാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞു. പത്രോസ്ലീഹ വിളിച്ചു പറയുകയാണ്, ശ്രേഷ്ഠവും ജീവനുള്ളതുമായ അവൻ ശ്രേഷ്ഠമേറിയ കല്ലിന്റെ അരികിലേക്ക് വന്ന് നിങ്ങളും ജീവൻ പ്രാപിപ്പാൻ ദൈവം നമുക്ക് അത് ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവൻ ഇന്ന് പകൽക്കാലം നമ്മളെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ദൈവത്തെ അധികം സന്തോഷിക്കണം. ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളവർ കരമുയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ ലോകത്തിന്റെ അനേകം വിവിധമാകുന്ന സംഭവങ്ങളാൽ തകർക്കപ്പെട്ടപ്പോൾ നീയും തകർന്നു പോകേണ്ടതാ. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദൈവം അവൻ നിന്നെ സൂക്ഷിച്ചു വെച്ചതാ. ദൈവം തെരഞ്ഞെടുത്താൽ ദൈവം അതിനെ സൂക്ഷിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്താൽ ദൈവം അതിനെ പരിപാലിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്താൽ ലോകത്തിൽ ആർക്കും അതിനെ കുറ്റം ചുമത്തുവാൻ കഴിയുകയില്ല. ദൈവം തെരഞ്ഞെടുത്തതിനെ കുറ്റം ചുമത്തുന്നത് ആരെന്നാണ് അവൻ റോമാലേഖന കർത്താവ് വിളിച്ചു ചോദിച്ചിരിക്കുന്നത്. ഒരു വാക്യം വായിച്ചിട്ട് വീണ്ടും എനിക്ക് ആ ചരിത്ര ഭാഗങ്ങളിൽ കിടക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ ലോകം തെരഞ്ഞെടുത്താൽ ലോകം തള്ളിക്കളയാൻ. സ്തോത്രം, സ്തോത്രം. സിമ്പിൾ കാര്യങ്ങൾ ചിലത് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ലോകത്തിന്റെ ചില ക്രൈറ്റീരിയ വെച്ചാണ് തെരഞ്ഞെടുക്കുന്നത്. ഉദാഹരണം പറയാം, ഒരു യൗവനക്കാരൻ ഒരു യൗവനക്കാരി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ യൗവനക്കാരത്തിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ വാക്കുകളോ അവരുടെ ചിന്തകളോ അവർ കണ്ട എപ്പോഴോ പറഞ്ഞ ഒരു സംഭവ അനുഭവമായിരിക്കാം അവൻ പ്രൈസുള്ള അവരെ തമ്മിൽ അത് കൂടുതൽ അടുപ്പിച്ചത്. പക്ഷെ ഓർത്തുകൊള്ളുക, ജീവിതം അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് വീഴുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ മകള് വിളിച്ചപ്പോൾ, ഞങ്ങളുടെ മകൾ വിളിച്ചപ്പോൾ ഞാനൊരു വാക്കിങ്ങനെ പറഞ്ഞു, മോളെ, ഫുൾ സ്റ്റോപ്പ് കൊണ്ട്
പേനായുടെ ആയുസ് തീരുന്നില്ല. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വാക്കിനോട് പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ് കൊണ്ട് അവൻ പേനായുടെ ആയുസ് തീരുന്നില്ല. ഇറ്റ് ഈസ് ഗോയിങ് ഓൺ അഗൈൻ. അവൻ പ്രൈസലോ. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ കാണുന്നതല്ല പലതിൻ്റെയും ഡെസ്റ്റിനേഷൻ, നമ്മൾ കേൾക്കുന്നതല്ല പലതിൻ്റെയും ഡെസ്റ്റിനേഷൻ. അവൻ കണ്ടിന്യൂ പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ അവൻ ഒന്നുദിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ. അവൻ ഞാൻ വായിക്കാൻ പോകുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചിട്ട് നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ വരും. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഓർത്തോണം, നമ്മളല്ല അവനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു, ഈ ലോകത്തിലെ യൗവനക്കാരിയെ യൗവനക്കാരനും തെരഞ്ഞെടുക്കുമ്പോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വാശിക്ക് വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു, കണ്ണ് കണ്ടു, കാല് കണ്ടു, നടപ്പ് കണ്ടു, കൊള്ളാം നീന്തിച്ചു, തൽക്കാലം ഒരാശ്വാസമായി വാക്കുകൾ കേട്ടു, ഇത് കണ്ടിട്ട് അതിനെ വിശ്വസിക്കുകയാണ് അനേകരെ. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേക പഠനത്തോടുള്ള ബന്ധത്തിലൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചിന്തിച്ച് അവൻ ഈ വിഷയങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഞാൻ ഒന്നും എടുത്തു പറയുന്നത്. ഞാൻ പല വ്യക്തികളെയും കണ്ടിട്ടുള്ളപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവരിങ്ങനെ ഇഷ്ടപ്പെട്ടു, ഒരുമിച്ച് ജീവിച്ചു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു. പക്ഷെ ജീവിതത്തിൽ പിന്നീട് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, എനിക്കതിനെ വേണ്ട, എനിക്കത് വേണ്ട. സ്തോത്രം. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ ഒരു പക്ഷെ നിന്റെ ഉള്ളിൽ അങ്ങനെ തോന്നിയാലും അത് ചെയ്യാൻ നീ അനുവദിക്കില്ല. എന്തുകൊണ്ട് ഡിവോഴ്സ് വർദ്ധിക്കുന്നതിന്റെ കാരണം മനുഷ്യന്റെ തെരഞ്ഞെടുപ്പാണ്. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും പരാജയമാണ്. അവിടെ സ്വസ്ഥത ലഭിക്കത്തില്ല, അവിടെ സമാധാനം ലഭിക്കത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ സദൃശവാക്യത്തിൽ വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് 10-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിച്ചു, ദൈവം സമ്പത്ത് തന്നാൽ, ദൈവം അനുഗ്രഹം തന്നാൽ, അതിന് ഇംഗ്ലീഷ് വായിക്കണം, ദൈവം അനുഗ്രഹം തന്നാൽ അവൻ പ്രൈസലോ അതിനകത്തൊരു സന്തോഷമുണ്ടാകും. ദൈവീയ അനുഗ്രഹത്തിനകത്ത് സന്തോഷം, സമാധാനം, അവൻ പ്രൈസലോ ആശ്വാസം ഉണ്ടാകും. എന്നാൽ ലോകം അല്ലെങ്കിൽ പിശാച് തരുന്ന അനുഗ്രഹത്തിനകത്ത് സന്തോഷം കിട്ടത്തില്ല, സമാധാനം കിട്ടത്തില്ല, എന്ന് നിനക്ക് ടെൻഷൻ ആയിരിക്കും. അതാ ലോകം തരുന്ന അനുഗ്രഹവും ദൈവം തരുന്ന അനുഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം. ദൈവം തരുന്ന അല്പമായാലും അത് ശ്രേഷ്ഠമായിരിക്കും. ദൈവം അധികം തന്നാലും അത് സന്തോഷമായിരിക്കും. എന്നാൽ പിശാച് തന്നാൽ അത് നിനക്ക് ദുഃഖമായിരിക്കും. സ്തോത്രം. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞതാണ്, ഒരു വലിയ പ്രൈസുള്ള സ്വർണ്ണക്കടയിൽ താന് പുതുതായി വാങ്ങിയ കാറ്, ആ കാറുമായി പ്രൈസുള്ള തന്റെ മകള്, തന്റെ വൈഫ് ഒരുമിച്ച് പോയിസൺ അടിച്ച കാറിനകത്ത് നിന്ന് മരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. കാറിന്റെ വില കുറവുകൊണ്ടല്ല, സമ്പത്ത് അവർക്കില്ലാഞ്ഞിട്ടല്ല, ലോകത്തിൽ ആ കുഞ്ഞ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ടോപ്പറാണ്, ഇതൊന്നുമില്ലാഞ്ഞിട്ടല്ല. ദൈവം തരാത്തത് ഒരിക്കലും സമാധാനം തരത്തില്ല. പിശാചിനും തരാം. നിന്നെ കൊണ്ട് പലതും തെരഞ്ഞെടുപ്പിക്കുവാൻ പിശാചിന് കഴിയും. നിന്റെ കൂട്ടണയെ തെരഞ്ഞെടുപ്പിക്കുവാൻ പിശാചിന് ചില ചിന്തകൾ നിന്റെ ഉള്ളിൽ തരാൻ പറ്റും. നിന്റെ വീട്ടിൽ നീ ചിലത് തെരഞ്ഞെടുക്കുവാൻ പിശാചിന് നിന്റെ മുമ്പിൽ അനുഗ്രഹമായി കാണിക്കാൻ പറ്റും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ഓർക്കണം, ഇവിടെ 1-ാം അധ്യായം കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ 1-2 അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, ദൈവാത്മാവുള്ളവർ ദൈവത്തിന് ഇഷ്ടമായി തിരഞ്ഞെടുക്കും. തൽക്കാലം അത് ശ്രേഷ്ഠമെന്ന് തോന്നിയില്ലെങ്കിലും അത് മഹത്വമായിരിക്കും. ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് നമ്മൾ കടന്നു വരാൻ പോകുകയാണ്. ദൈവിക തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഒരു വ്യക്തിയിൽ കൂടെ പരമപ്രധാനമായി ചൂണ്ടിക്കാണിച്ച് ക്രിസ്തുവിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണത്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 16-ാം അധ്യായം അതിന്റെ പറഞ്ഞാട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം 18-ാം വാക്യം വായിച്ചാണ്. ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരമായും നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോടുകൂടെ ഉണ്ട്. 13 വായിച്ചോ, 13-ാം വാക്യം 12-13. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു.
യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അഭിഷേകം, അഭിഷിക്തൻ എന്നുള്ളതിന്റെയൊക്കെ അർത്ഥം അനോയിന്റഡ് വൺ എന്നാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട, പ്രത്യേകമാകുന്ന ഉപയോഗത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒന്നെന്നാണ്. ഇവിടെ ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദ് എന്നുള്ള പേരിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ബിലൗഡ് വൺ ഓർ എ ബിഗ് ഫൈറ്റർ, ഒരു വലിയ യോദ്ധാവ് എന്നുള്ള അർത്ഥം തരുന്ന മീനിങ് ആണ് അതിനകത്ത് കടന്നിരിക്കുന്നത്. ദാവീദ് എന്നുള്ളത് അവനൊന്ന് ഏറ്റവും പ്രിയമുള്ളവൻ, ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവൻ എന്നൊക്കെ എന്റെ അർത്ഥം. അടുത്തത് അവിടെ കാണാൻ കഴിയുന്നവൻ വലിയ യോദ്ധാവാണെന്ന് കാണുന്നു, യോദ്ധാവാണെന്ന് കാണുന്നു. ഇങ്ങനെ രണ്ടർത്ഥമാണ് ദാവീദിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത്. അടുത്തത് ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഇശായിയുടെ മക്കളിൽ 8ാമത്തവരാണെന്നാണ് ഈ 16ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. 7 മക്കളെ ഒരുപോലെ പിടിച്ചു നിർത്തി അഭിഷേകം ചെയ്തിട്ട് അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ജസ്രി അല്ലെങ്കിൽ ജസി അതിനെ പ്രൈസ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. എന്നാൽ സ്വർഗത്തിന്റെ ദൈവം അവിടെ കൊണ്ട് ചില തുടങ്ങാൻ ആഗ്രഹിച്ച ഒരു വലിയ സംഭവകതയുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത്. ദാവീദിനെ കുറിച്ച് പിന്നെയും ഞാൻ പഠിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് 800-ലധികം പ്രാവശ്യം ഈ ദാവീദിനെ കുറിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ദാവീദ് എന്നുള്ള പേര് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. മറ്റു പല പേരുകൾ ആവർത്തിച്ചിട്ടുണ്ട്. ജോഷുവ എന്നുള്ള പേര്, എന്നാൽ ദാവീദ് എന്നുള്ള പേര് വേറെ ആർക്കും ആവർത്തിച്ച് കണ്ടിട്ടില്ല തിരുവചനത്തിൽ പഠിച്ചാൽ. പുതിയ നിയമത്തിൽ വരുമ്പോൾ 58ഓളം പ്രാവശ്യം ഈ ദാവീദ് എന്നുള്ള പേര് ദൈവാത്മാവ് ചേർത്തിണക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊന്ന് ഞാൻ പറഞ്ഞു, ആമേൻ പ്രൈസ് 80ഓളം സങ്കീർത്തനങ്ങൾ എഴുതുവാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ച, ഒന്നുമില്ലാതിരുന്ന, ബലഹീനമായ, ജ്ഞാനിയല്ലാത്ത, പ്രൈസ് കുലീനത്വം വലുത് പറയാനില്ലാത്ത ഒരു വാട്ടിടയനായ ഒരുവന് ദൈവം ഭാഗ്യം കൊടുത്തു. ആ തെരഞ്ഞെടുപ്പ് ഇന്ന് പകൽക്കാലം ഞാൻ പ്രകീർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവീയ അഭിഷേകത്തിന് ഒരിടയ ചെറുക്കരെ എന്തെല്ലാം തലങ്ങളിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയും എന്നുള്ള വാറ്റത്തെ ദൂതാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ആത്മാവിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്ത അത് പരാജയപ്പെടുകയില്ല. ദൈവീയ ഇഷ്ടത്തിനായി ഒരുവൻ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അവന്റെ ജീവിതം തോൽക്കുകയില്ല. ദൈവീയ പദ്ധതി കണ്ട് തെരഞ്ഞെടുത്താൽ ആർക്കും അവരെ കുറ്റം ചുമത്താൻ കഴിയത്തില്ല. വൈദ്യരെ ദൈവാത്മാവിനെ വിളിച്ചു വേർതിരിച്ചത് ദൈവത്താലുള്ള തെരഞ്ഞെടുപ്പ്. നിന്റെ അപ്പന്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം ജനിച്ചു വീണ ഒരു മാംസപിണ്ഡമല്ല ഞാനും നീ ഒന്ന് വ്യക്തമായി ഓർക്കണം. പിന്നെയോ അമ്മയുടെ ഉദരത്തിന്റെ ഉള്ളിൽ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു, തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തുന്നുള്ള ചിന്ത നിന്റെ ഉള്ളിൽ നിന്ന് പകൽക്കാലം ഉടലെടുക്കാം. ദൈവം തിരഞ്ഞെടുത്ത കുറ്റം ചുമത്തുന്നത് എന്നാ റോമാലേഖന കർത്താവ് ചോദിക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ദാവീദിനെ ദൈവം കണ്ടു, അതിലേക്ക് ഞാൻ വരികയാണ്. അതൊന്നും പറയാൻ പിന്നെ തന്നെ ആത്മാവ് പ്രേരിപ്പിക്കുന്നു. എന്തുകൊണ്ട് അവർ 16ാം അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് കാണുന്നു? 9ാം അധ്യായത്തിൽ 1 ശമൂവേൽ 9ാം അധ്യായത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവർ കഴുതയെ തേടിക്കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ, ബെന്യാമീൻ ഫാമിലിയിൽപ്പെട്ട കഴുതയെ തേടിക്കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ. അവൻ പ്രൈസലോ എങ്ങനെയൊക്കെയോ ജീവിതത്തിൽ നിരാശ വന്നപ്പോൾ, അവന്റെ പേര് ശൗൽ എന്നാണ്, നിരാശ വന്നപ്പോൾ അവസാനം പ്രൈസല രാമയിലുള്ള ഒരു പ്രവാചകന്റെ അരികിലേക്ക് ആരുടെയോ വാക്കുകൾ കേട്ട് എത്തപ്പെടുകയാണ്. അവൻ മറ്റൊന്നും ലക്ഷ്യമില്ല, എങ്ങനെയെങ്കിലും കഴുതയെ കിട്ടണം. ഇന്ന് പകൽക്കാലം അകത്തു വന്നത് കഴുതയെ തേടി നടന്നപ്പോൾ സ്വർഗം നിന്നെ കണ്ടാണ് കണ്ടെത്തിയതെങ്കിലും ഒരു കാര്യം ഓർത്തുകൊള്ളണം, ശൗലിന്റെ ഗുണം നമ്മൾ ആരും വരരുത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോകുന്നത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അവൻ അധപ്പതനത്തിന് കാരണം 2 ശമൂവേൽ 1ാം അധ്യായത്തിൽ ദാവീദ് പറയുന്നുണ്ട്, തൈലാഭിഷേകമില്ലാത്ത പല്ല തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഒന്ന് വിളിച്ചു പറയാം,
ശൗലിന്റെ കയ്യിൽ പരിചയമില്ലായിരുന്നല്ല, അവൻ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, വാളുണ്ടായിരുന്നു, അവരെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് 16-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു വാക്യമുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. അടുത്ത വാക്കിനെ വളരെ ചിന്തിപ്പിച്ചാണ് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ പ്രൈസ് ദി ലോർഡ് യഹോവ 47-ാം വാക്യം 17-47 യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന ഈ സംഘമെല്ലാം അറിവാൻ ഇടയാകും. എന്നെ ഇതിനെ തെരഞ്ഞെടുത്തത് ഈ ലോകത്തിന്റെ ശക്തി ലോകത്തിന് മുമ്പിൽ കാണിച്ച് ജയിക്കാനല്ല, പിന്നെയോ ദൈവാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി എന്തുണ്ടെന്ന്, അതിന്റെ മഹിമ എന്തുണ്ടെന്ന് കാണിക്കുവാൻ. കുലഹീനമായ നിന്റെ സ്വർഗം തിരഞ്ഞെടുത്തെങ്കിൽ ഓർത്തുകൊള്ളണം, കുലവാനായ അല്ലെങ്കിൽ ശ്രേഷ്ഠവാനായ യേശുവിന്റെ അവൻ കുലഹീനമുള്ള അവൻ ശ്രേഷ്ഠതയുള്ള യേശുവിന്റെ ഗുണം കാണിക്കുവാനാ സ്വർഗം നമ്മളെ തെരഞ്ഞെടുത്തത്. പിന്നെയും അവൻ ആ കീശിന്റെ ഗുണം കാണിക്കാനല്ല, കീശിന്റെ സന്തതിയായ ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തത്. പക്ഷെ പറഞ്ഞ ദൂതൊന്നും തനിക്ക് കേൾക്കാൻ വയ്യ. 10-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ശമൂവേൽ എന്തവനോട് പറഞ്ഞു അതെല്ലാം അവൻ ബ്രേക്ക് ചെയ്തു. ശൗലിന് ഒറ്റ കാര്യം, എങ്ങനെങ്കിലും 10 പണം ഉണ്ടാക്കണം, എങ്ങനെങ്കിലും സാമ്രാജ്യം സ്ഥാപിക്കണം, എങ്ങനെങ്കിലും തനിക്ക് തോന്നുന്ന പോലെ ജീവിതം നയിക്കണം. പേര് ഇസ്രായേലിന്റെ രാജാവ്. ദൈവവൈദ്യരെ അവൻ 1 പത്രോസ് 2:9 വരുമ്പോൾ ഞാൻ ഇന്ന് ഈ രാജകീയ കുടുംബത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതാ. പക്ഷെ ഓർത്തോണം, എവിടെയും ആ സ്വഭാവം കാണിക്കാൻ നമ്മൾ തയ്യാറുള്ളവരായിരിക്കും. അതാ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുത്തവരെ മറ്റുള്ളവർ ചീത്ത പറയരുത്. ഹല്ലേലൂയ. നിന്റെ വാക്കുകളും നിന്റെ പ്രവൃത്തിയും നിന്റെ നോട്ടവും നിന്റെ ജീവിതവും കണ്ടിട്ട് തെരഞ്ഞെടുക്കുന്നവരെ നിന്ദിക്കുന്നവരായി ലോകം മാറാതിരിക്കണമെങ്കിൽ ദൈവാത്മാവ് ഇടപെടുക. തെരഞ്ഞെടുത്തവന്റെ ക്വാളിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടതിന്മേൽ ഇറങ്ങി വരണം. ഒരുപക്ഷെങ്കിൽ ജാതീയ കുടുംബത്തിൽ നിന്നായിരിക്കാം ശൗലെ നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് കഴുതയെ തേടിക്കൊണ്ട് നടന്നപ്പോഴായിരിക്കാം. ഇനിയും കഴുതേ എന്ന് പറഞ്ഞിരിക്കരുത്, ഇനിയും അതിന്റെ സ്വഭാവം കാണിക്കരുത്, ഇനി പണ്ടുള്ളത് കാണിക്കരുത്. കാണിച്ചാൽ ദൈവം നിന്നെ തള്ളിക്കളയും. അതാണ് 16-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണുന്നത്. അവൻ ശമൂവേലിനോട് ദൈവം പറയുകയാ, ഞാൻ അവനെ തള്ളി. അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്, തോന്നിയതുപോലെ ജീവിതം നയിച്ചത് കൊണ്ട്. ശൗലേ, രാജസ്ഥാനിൽ നിന്റേതല്ലായിരുന്നു ആയിരുന്നു. ശൗലേ, നീ രാജാവല്ലായിരുന്നു ആയിരുന്നു. നിനക്ക് വേണ്ടതെല്ലാമില്ലായിരുന്നു ഉണ്ടായിരുന്നു. അവൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതല്ലയോ ആകുന്നു. ഒരു യോഗ്യത പോലും എനിക്ക് പറയാനില്ല. എന്നാ ശൗല് പറയുന്ന കാര്യം, ഇവൻ സാമാന്യങ്ങളുടെ ഒളിഞ്ഞിരിക്കുമ്പോൾ അവിടുന്ന് പിടിച്ചു പൊക്കിക്കൊണ്ടുവന്നതാ. അവൻ ലോകത്തിന്റെ പലതിന്റെയും നടുവിൽ അവനൊരു പ്രവാചകനാക്കി അവനെ മാറ്റി, രാജാവാക്കി മാറ്റി, അവൻ സകലത്തിലെ ശ്രേഷ്ഠമാക്കി മാറ്റി. എന്നാൽ ദൈവത്തെ അനുസരിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളം പറഞ്ഞ് അമാലേക്യരുമായി കൂട്ടുകെട്ടി അമാലേക്യരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോയവന് ലഭിച്ചത് എന്തെന്നറിയാമോ? മറക്കരുത്, 1 രാജസ്ഥാനം നഷ്ടപ്പെട്ടു, 2 അവന്റെ മേൽ ദുരാത്മാവ് കയറി, 3 അവൻ കുന്തമെടുക്കുന്നു, 4 അവൻ കുന്തത്തിൽ തന്നെ വീഴുന്നു, 5 അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. 4-ാം ഭാഗത്തിൽ അവൻ അതേ കുന്തം കൊണ്ട് അഭിഷേകത്തിന് നേരെ കുന്തമേന്തുന്നു. അതേ കുന്തം കൊണ്ട് ആ കുന്തത്തിൽ വീണ് മരിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ഇങ്ങനെ കാണുന്നു, അവൻ ഏത് അമാലേക്യനെ കൂട്ടുപിടിച്ചോ അതേ അമാലേക്യന്റെ സന്തതിയാൽ അവൻ കുന്തമെടുത്ത അമാലേക്യനെ കൊണ്ട് കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവവൈദ്യരെ ദൈവത്തിനെ തെരഞ്ഞെടുത്തതായിരിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം തെരഞ്ഞെടുത്ത സ്ഥാനത്ത് നീ ഇല്ലെങ്കിൽ ഓർത്തുകൊള്ളണം, ശൗലിന്റെ സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. ശൗലൊരു വാണിജ്യാണ്. ശൗല് ലോകത്തിന്റെ മുമ്പിൽ ഒരു വാണിജ്യാണ്. മറക്കരുത്, അവൻ ശൗലെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്, നിനക്ക് കഴുതയെ മടക്കി തന്നത്, നിനക്ക് ആയുസ് തന്നത്, നിനക്ക് രാജാസനത്തിലാക്കിയത്, രാജകൊട്ടാരം തന്നത്, ഇതൊന്നും നിന്റെ കഴിവുകൊണ്ടല്ല. സ്വതന്ത്രം. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ ദാവീദിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ശൗൽ ഓർത്തോളം രാജാവായിരിക്കുക. പക്ഷെ അതിന് മുമ്പ് ദൈവം പറഞ്ഞു, ഞാൻ അവനെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. കരണ്ട് പോയാലും പാനിച്ചിലൂടെ ഓടും. പറഞ്ഞ ആശയം മനസ്സിലായിക്കൊള്ളുന്ന എന്റെ ചിന്ത. അല്ലേ ലൂയ. നീ പാപം ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ ദൈവം കണ്ണടയ്ക്കുകയല്ല, ദൈവം ന്യായത്തോടെ വിധിക്കുന്ന ദൈവം. ഞാൻ പറഞ്ഞു വരാൻ പോകും, ദൈവം ന്യായത്തോടെ വിധിക്കുന്ന. പക്ഷെ തെരഞ്ഞെടുത്തവൻ ഓർക്കണം, ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് എന്റെ വാക്കിൽ കൂടെ, എന്റെ പ്രവൃത്തിയിൽ കൂടെ, എന്റെ ചിന്തയിൽ കൂടെ
ഈ സത്യദൈവത്തെ വരച്ചു കാണിക്കുവാനാ അധമമായ പാതാളത്തിൽ നിന്ന് ചേറ്റിൽ നിന്ന് സ്വർഗവനെ കയറ്റി എന്നുള്ള ഓർമ്മ എപ്പോഴും ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവസ്ഥ മാറുമ്പോൾ വ്യവസ്ഥ മാറരുത്. സ്ഥിതി മാറുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ മറക്കരുത്. മറന്നാൽ അതിന് വിധിക്കുന്നത് ദൈവമാണ്. ശമൂവേൽ പ്രവാചകൻ ദുഃഖിച്ച് നടക്കുമ്പോ സ്വർഗം പറയുക, ഞാൻ അവരെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ പിന്നെ ദുഃഖിച്ചിരിക്കുന്നത് നിന്റെ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യുക. ഇതിനകത്ത് എനിക്കൊരു ദൂതുണ്ട്. ഈ പറയുന്ന ദൂതുകൾ നിങ്ങൾ ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവനെ കേൾക്കുന്ന ജീവിതങ്ങളോട് ദൂത് പറയാൻ ഇങ്ങനെ പറയുക, അവൻ ശമൂവേലേ, നീ തൈലക്കൊമ്പ് നിറച്ച പ്രൈസലോ മറ്റൊരുവരെ അഭിഷേകം ചെയ്യുവാൻ പുറപ്പെട്ടുകൊള്ളുക. നീ തൈലക്കൊമ്പ് നിറയ്ക്കുക. എന്റെ ഡ്യൂട്ടി തൈലക്കൊമ്പ് നിറയ്ക്കുക. എന്റെ ഡ്യൂട്ടി പുറപ്പെടുക. മറ്റൊന്നിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. ഈ ദൂതുകൾ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വിടുതല. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യന് കാണാൻ കഴിയുകയില്ല. അതുകൂടെ പറയണം എനിക്ക്. ഞാൻ പറഞ്ഞു, അവൻ ശൗൽ രാജാവായിരിക്കുന്നത് എനിക്കെല്ലാം ഉണ്ട്, രാജകൊട്ടാരമുണ്ട്. ഇനി അടുത്തത് ഈ ദാവീദിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ജസിയുടെ കുടുംബത്തിൽ, ഇശായിയുടെ കുടുംബത്തിൽ അവൻ 8 മക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കണം. വീട്ടിൽ ചെന്ന 16-ാം അധ്യായത്തിൽ വരുമ്പോൾ അത് കാണുന്നത് 16-ാം അധ്യായത്തിന്റെ 5 മുതൽ അല്ലെങ്കിൽ 3-4 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോ ശമൂവേൽ അഭിഷേകം ചെയ്യാൻ ഒരു ഉത്സവം ജസിയുടെ വീട്ടിൽ ഡിക്ലെയർ ചെയ്യുക. അവിടെ എല്ലാവരും കൂടി വന്ന് യാഗം കഴിക്കാൻ എല്ലാം കൊണ്ടുവന്നു. സ്തോത്രം. എല്ലാമായിട്ടിരിക്കുമ്പോ അവൻ ഇങ്ങനെ കയറി വരികയാ. ഒന്നാമത് കയറി വരുന്നത് അവൻ വിംഗ് കമാൻഡർ ആയിരിക്കും ഒരുപക്ഷെങ്കിൽ. അവൻ ജസിയുടെ അല്ലെങ്കിൽ ജസിയുടെ മൂത്ത മകനായിരിക്കുന്ന അവന്റെ പേരവിടെ പറയുന്നുണ്ട്. എന്തോ ഏലിയാവ് കയറി വരിക. കണ്ടപ്പോഴേ അവന്റെ പേഴ്സണാലിറ്റി, ആ ഹൈറ്റും വെയിറ്റും മുഖം അവിടെ കണ്ടപ്പോൾ രാജകീയ കല. ഉടനെ ശമൂവേല് വിളിച്ചു പറയാ, ദാ കേറി വരുന്നു അഭിഷിക്തൻ. ഒറ്റ പറച്ചില് മേളിന്ന്, അല്ലടാ അവനല്ല അഭിഷിക്തൻ, ഞാൻ അവനെ കണ്ടിട്ടില്ല. സ്വന്തം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കുന്ന പകൽക്കാലം ലോകം കണ്ടിട്ടില്ലാത്തതിനെ കാണുന്ന ഒരു ദൈവീയ ദർശനമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് കയറി വന്നു. അവന്റെ പേരാ അഭിനാദാവ്. ഇങ്ങനെ ക്രമക്രമമായി കയറി വന്നപ്പോ ആകെ പ്രവാചകന് കൺഫ്യൂഷൻ. ഇന്ന് പ്രവാചകന്മാർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷന്റെ ചിത്രമായത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വിളിക്കപ്പെട്ടവർ മനുഷ്യന്റെ മുഖം നോക്കിയും അവന്റെ പൊക്കം നോക്കിയും അവന്റെ ആരോഗ്യം നോക്കിയും ബലം നോക്കി ശുശ്രൂഷിക്കുന്നവനല്ല ദൈവത്തിന്റെ ദാസൻ. അത് കൗലടയന്മാരാണ്. അത് വക്രഗതിയുള്ള നക്ഷത്രങ്ങളാണ്. അത് മണി സീക്കേഴ്സ് ആണ്, ഗോഡ് സീക്കേഴ്സ് അല്ല. ദൈവത്തിന്റെ ഇഷ്ടം നോക്കുന്നവരല്ല. ഇന്ന് അനേക പ്രബുദ്ധമായ പലരെയും കാണാൻ കഴിയുന്നു. പക്ഷെ ഒരു കാര്യം ഈ ദൂതിൽ കൂടെ എനിക്ക് നിങ്ങളോടും എന്നോടും തന്നെ പറയുവാനുണ്ട്. ദൈവത്തിന്റെ ശുശ്രൂഷ പൈസയ്ക്ക് വിൽക്കാനുള്ളതല്ല. ദൈവത്തിന്റെ ശുശ്രൂഷ ലോകത്തിന്റെ ഇഷ്ടം ചെയ്യാനല്ല. ദൈവത്തിന്റെ ശുശ്രൂഷ മനുഷ്യരെ പ്ലീസ് ചെയ്യാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരാൻ വേണ്ടിയാണ്. അവിടെ വലിയ ഉത്സവം നടക്കുകയാണ്. ഒന്നൊന്നായി കയറി വന്ന് 7 ദൈവം പറഞ്ഞു നോ നോ നോ. ആകെ കൺഫ്യൂഷൻ. സ്തോത്രം. അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമായ 7 മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടും സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമായില്ല. പകർക്കാലം ഞാനൊരു ദൂത് വിളിച്ചു പറയാം. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വെച്ച് ആരെയും ദൈവം നോക്കാതെ എന്നെ കണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന് ഒറ്റ ലക്ഷ്യം, കർത്താവിന് ഈ ലോകത്തിലൊന്ന് വെളിപ്പെടണം. ദൈവം തെരഞ്ഞെടുത്ത പാത്രത്തിൽ കൂടെ ദൈവത്തിന് വെളിപ്പെടണം. ഹീനവും മാനമില്ലാത്തതുമായ എന്നെ ദൈവം തെരഞ്ഞെടുത്തതിന് എന്നിൽ കൂടെ ദൈവത്തിന് വെളിപ്പെടണം. ഞാൻ കഴിഞ്ഞ ദിവസം പറയാനിടയായിരുന്ന ഒരു പാസ്റ്റർ പോലും ഞാനുമായിട്ട് വളരെ ഫ്രണ്ട്സ് ആയിരുന്നു. മൊബൈൽ ജോലി ചെയ്യുമ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ഇതിനെ വാശി പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവൻ പ്രൈസ് അതിന്റെ അരികിൽ കൂടി ഇങ്ങനെ നടന്നുപോയി സംസാരിക്കുമ്പോൾ താൻ പറയുമായിരുന്നു, അന്ന് അദ്ദേഹത്തിന് 800 രൂപ മാത്രമേ സാലറി ഉള്ളൂ, എനിക്ക് ഏകദേശം 1000-ലധികം ശമ്പളമുണ്ട്. അന്ന് 1000 രൂപ എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. 1000
എന്നെ ഈ പണിക്കാ ദൈവം വിളിച്ചേക്കുന്നതായിരിക്കും. താൻ കുറച്ച് ദിവസങ്ങളെ കഴിയുമ്പോൾ ഗൾഫിൽ പോകും, താൻ ഇഷ്ടം പോലെ പൈസ സമ്പാദിക്കുക, എന്റെ ഗതി ഇതായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, അവൻ വിചാരിച്ചു അവനെ തെരഞ്ഞെടുക്കണം. അവൻ ഇന്നും റിലയൻസിൽ ജോലി ചെയ്യുന്നു, നല്ലൊരു ജോലിയിലിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ സർവശക്തനായ ദൈവം എന്നെ കണ്ടു തന്റെ വേലയ്ക്കായി വിളിച്ചു. എന്റെ കുടുംബത്തിൽ ഒരാൾ പോലും ഞാൻ ഇറങ്ങിയതുപോലെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ രക്തബന്ധങ്ങളിൽ നോക്കിയാൽ ആദ്യമായി ഇറങ്ങാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് അത് ദൈവത്തിന്റെ കരുണയുടെ സ്നേഹമാണ്. ചെറുപ്രായം മുതൽ അവൻ എനിക്ക് ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നു, പാട്ട് പാടാൻ വലിയ ഇഷ്ടമാണ്. ബൈബിൾ വാക്യങ്ങൾ കാണാതെ പഠിക്കുമായിരുന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും സ്വപ്നങ്ങളിൽ കൂടെ അവൻ പാമ്പുമായി യുദ്ധം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ആനയുമായി യുദ്ധം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിലെല്ലാം വിജയിക്കുന്ന ഒരു കാഴ്ച വന്നു. ലിറ്ററലായി ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഏത് പാമ്പിനെ കണ്ടാലും ഞങ്ങൾ 7 പേര് ഇങ്ങനെ സൺഡേ സ്കൂളിൽ കടന്നു പോകുമ്പോൾ തിരിച്ചു വരുന്ന അവസരങ്ങൾ എനിക്ക് ഓർമ്മ. എവിടെങ്കിലും പാമ്പിരിക്കുന്ന കണ്ടാൽ എല്ലാവരും കൂടി കല്ലെടുത്ത് അതിനെ എറിയാൻ നോക്കും. ഞങ്ങളൊരു കോമ്പറ്റീഷനാണ്, ആരെറിഞ്ഞതിനെ കൊല്ലുന്നുവെന്ന്. ആ സമയത്ത് എറിഞ്ഞ പ്രൈസുള്ള തലയ്ക്ക് കൊണ്ട് അത് വീഴുന്ന അവൻ എന്റെ കയ്യിൽ നിന്ന് വീഴുന്ന കല്ലിൽ കൂടെ വീഴുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല പിശാചിനെ എറിയാനുള്ള ആയുധം ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചു വന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അതാ ഇന്ന് പകൽക്കാലം ചിന്തിക്കാനുള്ളത്. വളരെ അഗോചരമാണ് വൈദ്യരെ. മനുഷ്യ കാഴ്ചപ്പാടിന് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ അഭിഷക്തന്മാർക്ക് പോലും ലിറ്ററലായത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്നാൽ മറച്ചു വെച്ചിടുന്ന ഒരു ദൈവത്തിന്റെ മറച്ചു വെച്ച് വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞാൻ സ്തുതിക്കുകയാണ്. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ. അടുത്ത ചോദ്യം അവൻ പ്രൈസിൽ അവിടെ ചോദിക്കുന്നു, പ്രവാചകൻ ചോദിക്കുകയാ, ഇത്രയും പേരെ ഉള്ളൂ, ഇത്രയും പേരെ ഉള്ളൂ. അവസാനം ആകെ ജസ്സി എന്ന് പ്രൈസിലോ ആകെ കൺഫ്യൂഷൻ ആകുകയാ. അല്ല, അവസാനം പറയുകയാ, ഒരു ഇടയ ചെറുക്കനുണ്ട്, അവൻ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുകയാ. അവനെ കണ്ടാൽ പട്ടാളത്തിലേക്ക് വിടാനൊന്നും കൊള്ളത്തില്ല. അവനെ കണ്ടാൽ അഭിഷേകം ചെയ്യാൻ തോന്നത്തില്ല. മാതാപിതാക്കൾ പോലും അവനെ നിസ്സാരമെന്നെണ്ണി തള്ളിവിടുമ്പോ സ്നേഹത്തിന്റെ ഈറ്റിനായി ആഗ്രഹിക്കുന്ന ദാവീദ് ചെയ്യുന്ന പ്രവർത്തികൾ 23 സങ്കീർത്തനത്തിൽ കൂടെ ദൈവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ദാവീദിന്റെ ടെസ്റ്റിമോണിയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? യഹോവ എന്റെ രക്ഷകനാകുന്നു, യഹോവ എന്റെ പാലകനാകുന്നു, യഹോവ എന്റെ അപ്പനാകുന്നു, യഹോവ എന്റെ അമ്മയാകുന്നു, യഹോവ എന്റെ എല്ലാം ആകുന്നു. ഇതാ ദാവീദ് 23 സങ്കീർത്തനത്തിൽ പറയുന്നത്. തന്റെ ആശ്വ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവൻ കാണുന്ന ഒരു കാഴ്ചയാണ്. അവൻ പ്രൈസലോ നല്ല ഇടയൻ. ആടുകളെ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവനിലേക്ക് അവൻ ചിത്രീകരിക്കുകയാണ്. നല്ല ജലത്തിന്റെ അരികത്തേക്ക് നയിക്കുന്നു, കലങ്ങിയ വെള്ളത്തിന്റെ അരികിലല്ല. അവൻ നല്ല പച്ചപ്പുൽ മേടുകളിലേക്ക് നയിക്കുന്നു, ഒരിക്കലും വിഷപ്പുല്ലിന്റെ അരികിലേക്കല്ല. അവൻ ഇതെല്ലാം കണ്ടിട്ട് താൻ അവസാനം പറയുക, ശത്രുക്കൾ കാണുക എനിക്കവൻ വിരുന്നൊരുക്കും. എനിക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, ഇന്ന് എനിക്കൊന്നുമില്ലെന്ന് തോന്നിയാലും നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഒരു ദൂത് പറഞ്ഞു കൊള്ളട്ടെ, എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കുന്ന യഹോവ നിന്റെ ഇടയനാകുന്നത് ബോധമുണ്ടെങ്കിൽ നിനക്ക് 23 സങ്കീർത്തനം ദൈവാത്മാവ് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. അവൻ 7 പേരെ അഭിഷേകം ചെയ്യാനായി നിർത്തി, അവരെല്ലാം തള്ളിക്കളഞ്ഞു. അടുത്തത് പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ ഒരുവനുണ്ടെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അവനെ ആളയിച്ചു വരുത്തുക. ഈ ഒരു ദൂതനിക്ക് നിന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുന്ന പൈതലിന് വേണ്ടി ദാവീദേ, നിന്റെ കരച്ചിൽ മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് നീ ആ വീണയെടുത്ത് നീ പാടിയ പാട്ടുകളില്ലേ, അവൻ എന്റെ ദൈവമേ എന്നെ കൈവിട്ട് എന്തെന്നും അവൻ ആരും എന്നെ കാണുന്നില്ലെന്നും പറഞ്ഞ് നിലവിളിച്ച നിലവിളികളില്ലേ, അവൻ പ്രൈസലം സകലത്തിനേക്കാളും ദൈവമാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞത് ഈ പ്രൈസലത്തിന്റെ കാഴ്ചകളില്ലേ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർദ്ധിക്കുന്നു പറഞ്ഞ് നീ പാടിയ പാട്ടുകളില്ലേ, അവൻ ദൈവത്തിന്റെ ബുദ്ധിയാണ് വചനമെന്ന് പറഞ്ഞ് പാടിയ പാട്ടുകളില്ലേ, നീ വചനങ്ങൾ വായിച്ചു തീർത്ത സമയമില്ലേ, ഇതെല്ലാം സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വർഷങ്ങളായി ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മറുപടിയായിരുന്നു അന്ന് പ്രഭാതത്തിൽ സംഭവിച്ചത്. അപ്പനമ്മമാർക്ക് മനസ്സിലായില്ലെങ്കിലും ലോകത്തിന് മനസ്സിലായില്ലെങ്കിലും സ്വർഗീയ തെരഞ്ഞെടുപ്പിന്റെ മാർഗീയ രഹസ്യത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദാവീദിന്റെ കണ്ണുനീർ തുള്ളികൾ ആടുകൾ മുമ്പിൽ വെച്ച് വീഴുമ്പോൾ അവൻ നിരാശനായി പലപ്പോഴും നോക്കി നിൽക്കാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? പലപ്പോഴും ഇതിനെ തലോടി എണ്ണയിടുമ്പോഴും തന്റെ കാലുകൾ മുറിഞ്ഞിരിക്കുന്നതിന് എണ്ണ വരട്ടുവാൻ തനിക്ക് പലപ്പോഴും സമയം ലഭിക്കാറില്ല. ഈ ആടുകൾ വന്ന് വേദനയോടെ അവന്റെ മുമ്പിൽ കരയുമ്പോൾ വീണകൾ എടുത്ത് താൻ വീണകൾ വെട്ടി
അവൻ പാട്ടുകൾ പാടുമ്പോൾ അത് കേട്ട് ആടുകൾ ഉറങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഇവിടെ ചിലർ എന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ ഉറങ്ങുന്നതിന് അവൻ ദാവീദ് വീണകൾ എടുത്ത് ഇങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ആടുകൾക്ക് അത് ഭക്ഷണമല്ല വിഷയം, അതിന് വീണകൾ പിന്നെയും വായിക്കണം. ഓരോ ദിവസവും തന്റെ വീണകൾക്ക് ട്യൂണുകൾ കൂട്ടുകയാണ്, ഓരോ ദിവസവും തന്റെ സ്ട്രിങ്ങുകൾ വർദ്ധിക്കുകയാണ്, ഓരോ ദിവസവും പുതിയ പുതിയ ഇൻസ്ട്രുമെന്റ് പോലെ തന്റെ കയ്യിൽ കൂടെ കരതലങ്ങളിൽ കൂടെ പറഞ്ഞു കടന്നു പോവുകയാണ് അവൻ. പക്ഷെ ദാവീദ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ എന്നവന്റെ സ്ഥിതി ഇങ്ങനെയാണോ? ഇതാ വരുന്നു, താൻ ആടുകളെ തെറ്റിക്കൊണ്ടിരിക്കുമ്പോ ദൂരെ നിന്നൊരാൾ ഓടി വരുന്നു. ആ ഒറ്റ കണ്ടപ്പോൾ വിചാരിച്ചു വീട്ടിലെന്തോ സംഭവിച്ചാണെന്ന്. ഒറ്റ വാക്കാൻ, ദാവീദേ ഓടിവാ, അല്ല എന്റെ ആടുകളുണ്ട്. തിരിച്ചുള്ള പറച്ചിൽ, ആടുകളെ ഞങ്ങൾ നോക്കൊള്ളാം. അപ്പൻ വിളിക്കുന്നു. അവൻ മാത്രമല്ല, അവിടെ പ്രത്യേകമായി ചില ഉത്സവം നടക്കുകയാണ്. തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ സഹോദരങ്ങൾ വന്നിട്ടുള്ളപ്പോഴും അവിടെ ഉത്സവം നടക്കുമ്പോഴും എന്റെ അപ്പൻ എന്നെ വിളിച്ചിട്ടില്ല, എന്റെ വീട്ടുകാരനെ വിളിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് വിളിക്കും? ഞാൻ വരുന്നില്ല. ഞാൻ വീണ്ടും നിർബന്ധിച്ച് പറയാ, അല്ല, ഇനി ഒരു പ്രവാചകൻ വിളിക്കുന്നു, ഇനി ഒരു പ്രവാചകൻ വിളിക്കുന്നു. ഇവിടെ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ ജീവിതത്തിന്റെ ഗതിയെ ചോദ്യം ചെയ്ത, ജീവിതത്തിൽ നിരാശകളുടെ താളം തട്ടി പകൽക്കാലം ആത്മാവിൽ എന്നിട്ടും ആരാധിച്ച ദൈവം ഇതിലൂടെ ഉണ്ടെങ്കിൽ ആത്മാവ് ഇടപെടുന്നു. യഹോവ ആളയിച്ചിട്ടുണ്ട്. നിന്റെ പ്രശ്നത്തിന്റെ ഏത് അനുഭവമായാലും അവിടേക്ക് യഹോവ ആളയിച്ചിട്ടുണ്ട്. നിന്റെ ബുദ്ധിപരമായ രീതിയിൽ നിനക്കതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായിരിക്കും. പക്ഷെ സ്വർഗം എന്നോട് പറയുന്നു, യഹോവ ആളയിച്ചിട്ടുണ്ട്. മനുഷ്യൻ അയച്ചാൽ മനുഷ്യന് തടയാം, സ്വർഗം അയച്ചാൽ ഒരു ശക്തിക്ക് തടയാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടിയുള്ള വിടുതലാണ് സ്വർഗം അയച്ചിട്ടുണ്ടെങ്കിൽ ആ ദൂതനെ തടയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ദാനിയേലെ സിംഹക്കുഴിയിൽ ഇറങ്ങി വിട്ടിരിക്കുന്ന സിംഹത്തെ തടയുവാൻ മനുഷ്യന് കഴിയത്തില്ല, പക്ഷേ യഹോവയ്ക്ക് കഴിയും. അരുതി ഇറങ്ങുന്നതിന് അവന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. യഹോവ ആളയച്ചിട്ടുണ്ട്. കാരാഗ്രഹത്തിൽ ചങ്ങലയഴിപ്പാൻ നീ പ്രാർത്ഥിച്ചു വിട്ടതിനെ വ്യക്തികൾക്ക് കഴിയത്തില്ല, പക്ഷേ യഹോവ നിനക്ക് വേണ്ടി ആളയച്ചിട്ടുണ്ട്. തിരിച്ചറിയുന്ന ദൂതിനെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞങ്ങളുടെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ലോകത്തിന്റെ വലിയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ ലോകവൈദ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്ന വൈദ്യന് വേണ്ടി യഹോവ ആളയച്ചിട്ടുണ്ട്. നിന്റെ പൈതൽ അടുത്തോ വിദൂരിയായാലും എവിടെയായാലും നിന്റെ കുടുംബത്തിൽ നീ തീർന്ന എന്തെങ്കിലും വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്നാൽ പരിഹരിക്കാൻ കഴിയത്തില്ല, പക്ഷെ ദൈവാത്മാവ് അവിടെ വരുന്നു. പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി യഹോവ ആളയച്ചിട്ടുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ നിന്റെ ബോസിനോട് നിനക്ക് സംസാരിക്കാൻ കഴിയില്ല. നാളുകൾ വിശ്വസ്തമായി ദൈവവേലയിൽ നിന്നിട്ട് ദൈവസ്ഥയിൽ നിന്നിട്ട് നിന്നെ വഞ്ചിക്കുന്ന യാക്കോബേ, ലാഭങ്ങളുണ്ടെങ്കിൽ സ്വർഗ്ഗം ഇടപെടുന്നു. ഒറ്റ രാത്രി മതി, യഹോവ ആളയച്ചിട്ടുണ്ട്. യാബോക്ക് കടമതിരത്ത് വെച്ച് മൽപ്പിടുത്തം നടത്തുന്ന യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലേ, ഹല്ലേലൂയ, ശാവനോട് നീ എങ്ങനെ ഏറ്റുമുട്ടു? നീ ഭയപ്പെടേണ്ട, യഹോവ ആളയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, യഹോവ ആളയച്ചിട്ടുണ്ട്. അവനെ വരുത്തി ആ വാക്കുകളൊക്കെ വളരെ ചിന്തിച്ചതാണ്. ദൈവം അയച്ചതാണോ? വരേണ്ട സമയത്ത് വരും. ആർക്കും തടയാൻ കഴിയത്തില്ല. ഒരു ആചാരത്തിനും ഒരു മന്ത്രവാദത്തിനും തടയാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടിയുള്ള നിന്റെ വീട്ടിന് വേണ്ടി ദൈവം ആളയച്ചു വരുത്തിയ ചിലതുണ്ടെങ്കിൽ ഇനി അത് വരാതിരിക്കാൻ കഴിയത്തില്ല. നാളുകൾ ജസ്റ്റ് നിനക്ക് വേണ്ടി ആളുകളെ വിട്ടെങ്കിൽ നിന്റെ സഹോദരന്മാർ തടഞ്ഞു കാണും, മറ്റുള്ളവർ വഴി തടഞ്ഞു കാണും. എന്നാൽ ഇപ്പോൾ ദാവീദ് അയച്ചിരിക്കുന്നത് സ്വർഗം അയച്ചിരിക്കുന്നതാണ്. ഒരു ദൂതൂടെ പറയുമ്പോൾ എനിക്കൊന്നുകൂടെ പറയാം. പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒരു കൊർന്നല്യോസുണ്ട്. നാളുകളായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാ. പലപ്പോഴും ഞാൻ വിചാരിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ദൈവദാസന്മാരുടെ വീട്ടിൽ വന്നായിരുന്നെങ്കിൽ നല്ലതാ. പക്ഷെ രണ്ട് വെല്ലുവിളികളാണ് നിൽക്കുക. ഒന്നാം, കൊർന്നല്യോസ് ഒരു വലിയ പട്ടാള ഓഫീസറാണ്. അവന്റെ വീട്ടിൽ ധൈര്യത്തോടെ ആരും കയറി ചെല്ലത്തില്ല, ആർക്കും കയറി ചെല്ലാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം ഒരു ദർശനം അയച്ചപ്പോൾ അവന് ചിലത് സംഭവിക്കുക. അടുത്തത് പത്രോസ് നാളുകളായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. കർത്താവ് എന്നും ഈ ജനത്തിന്റെ നടുവിൽ മാത്രമാണ് എനിക്ക് ശുശ്രൂഷ, നീ എനിക്ക് വേണ്ടി പ്രൈസുള്ള ചിലത് ചെയ്യുകയില്ലയോ എന്ന് ചോദിച്ച് അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോ അന്നത്തെ മാളി മുറിയിലെ കയറ്റം, പന്തക്കൊസ്ത നാളിൽ എന്തിനു വേണ്ടി അവനെ മാളി മുറിയിൽ കയറ്റിയോ
അതിന്റെ ചില പ്രവൃത്തി മണ്ഡലങ്ങളാക്കി മാറ്റുവാൻ യഹോവ ആളയച്ച പകൽക്കാലമായി. അതുവരെ പത്രോസ് അനുഭവിക്കാത്ത ഒരു വിശപ്പ്, അതുവരെ അനുഭവിക്കാത്ത ഒരു നിരാശ, അതുവരെ അനുഭവിക്കാത്ത ദാഹങ്ങൾ, അതുവരെ അനുഭവിക്കാത്ത വേദനകൾ അന്ന് പത്രോസ് അനുഭവിച്ചതിനൊരു കാരണമുണ്ട്. അവൻ ആർക്കും തുറക്കാൻ കഴിയാത്ത വാതിലുകൾ തുറക്കേണ്ടതിന് അവന് വേണ്ടി ആളയച്ച സ്വർഗ്ഗത്തിൽ ചെയ്യുവാനായിരുന്നുവെങ്കിൽ അവയെ തിരഞ്ഞെടുക്കാൻ വേണ്ടവർ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി ആളയച്ച് ചില ദൈവം വരുത്തുകയാണ്. എന്നോടുകൂടെ എന്റെ കുടുംബക്കാർ വരികയില്ലയോ ആരാധിക്കാൻ നീ ചോദിക്കണ്ട. ഹോമ ആളയിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ നിന്നെ ഏൽപ്പിച്ച വീണയെ വിശ്വസ്തമായി സൂക്ഷിക്കുക, അതുവരെ ഏൽപ്പിച്ച പ്രാർത്ഥന സൂക്ഷിക്കുക, അതുവരെ ഏൽപ്പിച്ച ആരാധന സൂക്ഷിക്കുക, അതുവരെ ഏൽപ്പിച്ച കണ്ണുനീരുകൾ സൂക്ഷിക്കുക. അവൻ ആളയച്ചത് വരുത്തും, അത് വരും നിശ്ചയം. ദർശനത്തിന് അവതരിച്ചിരിക്കുന്നു. മുഖപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത് 2, 3, 4 വാക്യങ്ങൾ ദർശനത്തിന് അവതരിച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് താമസിക്കുകയില്ല, വരും നിശ്ചയം. ഹല്ലേലൂയ. അതിനായി കാത്തിരിക്കുക. അത് വരും, അത് വരും, അവൻ വരും. എന്റെ യേശു വരുമെന്ന, എന്റെ യേശു വരുമെന്ന. ദാവീദേ, എന്നും നിന്റെ കണ്ണുനീരും എന്നും നിന്റെ വേദന എന്നും നിന്റെ പ്രൈസുള്ള തളർച്ചകളെ കൊണ്ട് സ്വർഗം എനിക്കയില്ല. വരാനുള്ളവൻ വേഗത്തിൽ വരാൻ പോലെ അവൻ വരും നിശ്ചയം. സ്വത്രം. ദാവീദ് അവൻ പ്രൈസുള്ള കടന്നു വന്ന വ്യക്തിയുടെ വാക്ക് കേട്ടു. വന്നാളിനെ നോക്കിയപ്പോൾ അറിയാം ആരാ വീട്ടിൽ വന്നത്. സ്വത്രം. അവൻ പെട്ടെന്ന് പ്രൈസുള്ള ഇറങ്ങി പുറപ്പെട്ട് അവിടേക്ക് ചെല്ലുന്നു. അവന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. സാധാരണ ഒരു വസ്ത്രം, അവൻ കയ്യിലൊരു സഞ്ചി. ഇപ്പൊ ബൈബിൾ വായിക്കില്ല അമ്മച്ചി, ഒന്നും പിടിക്കേണ്ട വേറെ. ഇപ്പൊ നീ വായിച്ച ഒന്നും പിടിക്കുന്നില്ല, ഒരു കാര്യം പിടിക്കുന്നില്ല. ചില നാൾ വായിച്ചൊന്നും കിട്ടിയില്ലല്ലോ, വിശാഖായി പറഞ്ഞു. ഒരു സഞ്ചിയുണ്ട്, അതിനകത്ത് ചില കല്ലുകളുണ്ട്, ഒരു കവണയുണ്ട്. ഒരു ചെറുക്കനെ പോലെ കയറി വരികയാണ്. മുഖം നോക്കിയാൽ കണ്ടാ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ സ്വർഗം വിളിച്ചു പറയുന്ന സൗന്ദര്യം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകം കാണുന്നത് പോലെയല്ല നിന്റെ സൗന്ദര്യത്തെ സ്വർഗം കാണുന്നത്. വളരെ വ്യത്യസ്തമാണ്. എന്നെപ്പോലെ സുന്ദരൻ ഭൂമിയിൽ ആരുമില്ലെന്ന സ്വർഗം പറയുന്നത്. ആ പുസ്തകം വീട്ടിൽ പോയി വായിച്ചാൽ മതി. നിന്റേതായ സൗന്ദര്യവർദ്ധകമൊന്നും നീ ഉണ്ടാക്കാൻ നോക്കണ്ട. ദൈവം തരുന്നതിനായി സ്തോത്രം ചെയ്യണം. ദൈവം തന്നിരിക്കുന്ന ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യണം. ദൈവം തന്ന മുടന്താണെങ്കിൽ ആ മുടന്തിനകത്തൊരു ഭംഗിയാണ്. ആമേൻ, ആമേൻ. ഒരു കാര്യം പറയാം, എന്നെ നിങ്ങളെ കാണാൻ ആര് വരുന്നുണ്ട്? എന്നാൽ ഓർത്തുകൊള്ളുക, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നുള്ള വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു മാംസപിണ്ഡമായ ഒരു മേശയുടെ മേളിൽ കയറ്റിയിരുത്തിയ ആയിരങ്ങൾ, നിക്ക് എന്ന് പറഞ്ഞ മനുഷ്യൻ ആയിരങ്ങൾ, ക്രൈസ്തവോ 10,000-ങ്ങൾ, ലക്ഷങ്ങൾ തന്റെ മുമ്പിൽ വന്നിട്ട് അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരുന്നു. മേശയിൽ നിന്നുകൊണ്ട് ചിലത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അവന്റെ ആ സൗന്ദര്യം സ്വർഗത്തിന് ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ലോകത്തിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നവരെല്ലാം ഉണ്ണിയിൽ ആത്മഹത്യയിൽ പോയിട്ടുണ്ട്. ലോകത്തിൽ സൗന്ദര്യം വർദ്ധിപ്പിച്ച് ഏത് സിനി സ്റ്റാർ ആയാലും ലോകത്തിലുള്ള ഏതായാലും ഒന്നിയിൽ അത് വാടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തളർന്നു പോയിട്ടുണ്ട്. അതെല്ലാം താൽക്കാലികമായ ദൈവമക്കളെ. ദൈവീയ സൗന്ദര്യം നീതിസൂര്യനായി ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് തങ്ങളെ തന്നെ തങ്ങളുടെ ജീവിതത്തെ മാലിന്യപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഏത് ദൈവമക്കളുണ്ടോ, നിനക്ക് വേണ്ടി ദൈവാത്മാവ് ചിലത് കരുതാൻ പോകുകയാണ്. വീട്ടിൽ വെച്ച് പലപ്പോഴും പറയും, 7 മക്കളെ കേൾക്ക പറയും, അഭിനവ് പ്രൈസലോ അവൻ തുടങ്ങിയുള്ള ഏരിയാവേ, നിങ്ങളെ ദൈവത്തിന്റെ അവൻ ചില പദ്ധതിയുണ്ട്. ശൗല് മാറിയാൽ നിങ്ങളെ ആക്കാൻ പോവുക, പിന്നെ ഈ കൊട്ടാരത്തിൽ നിന്നും വാഴാൻ പോവുക. പക്ഷെ ഓർക്കണം, അന്ന പകൽ സ്വർഗം ചിലത് തിരിച്ചുവിടുന്ന പകൽക്കാലമായി. ശമൂവേലിനോട് തൈലക്കൊമ്പെടുക്കാൻ പറഞ്ഞു, അനുസരിച്ചേ പറ്റത്തുള്ളൂ. ശമൂവേലിന്റെ ചെക്കയിൽ ഈ ഇതേ ചെറുക്കരെ ആരഭിഷേകം ചെയ്യാനാണ്? സ്പെഷ്യലി ആടിനെ തീറ്റുന്നവർ രാജകീയ പദവിയിലേക്ക് വരികയില്ല. അവർ ഇസ്രായേലിന്റെ നടുവിൽ അതിനായി നിയോഗിക്കപ്പെട്ടവരാണ്. ഞാനിവിടെ നോക്കണേ, ശമൂവേൽ അനുസരിക്കുകയാ. തൈലക്കൊമ്പെടുത്തു, ദാവീദിന്റെ മേൽ ഒഴിക്കാൻ എടുക്കുമ്പോൾ നീരോളം നിന്നിട്ട് ഒരിക്കൽ കാട്ടിൽ വെച്ച് ചെയ്ത ചില പ്രവർത്തികളെ ആത്മാവിൽ കാണുകയാണ്. നാളുകളാ ഞാൻ കാത്തിരുന്ന അഭിഷേകത്തിന്റെ എണ്ണ ഇന്ന് പകൽക്കാലം മാനസാന്തരത്തിന്റെ സ്നാനപ്പെട്ട വൈദ്യരെ, അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ മേൽ വീണിട്ടില്ലെങ്കിൽ, ആത്മനിർവൃതി പ്രാപിച്ചിട്ടില്ലെങ്കിൽ,
ഓർത്തോണം, നിന്നെ വഞ്ചിക്കുവാൻ, നിന്നെ തകർക്കുവാൻ ശത്രു എപ്പോഴും നിന്നെ ഉടച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അഭിഷേകമുള്ളവനെ പരിപാലിക്കുന്നത് അവനല്ല, അവന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേകമാണ്. അഭിഷേകത്തെ എത്ര നാൾ നീ താരാട്ട് പാടുമോ, ശ്രേഷ്ഠമായി ഇടുമോ, അത്രയും നാൾ നിന്നെ പരിപാലിക്കുവാൻ അഭിഷേകം ശക്തമാണ്. ദാവീദിന്മേൽ അഭിഷേകം വീട് കഴിഞ്ഞപ്പോ സ്വർഗം ഡിക്ലെയർ ചെയ്തു, ഇവനാണ് രാജാവ്. സ്വത്രം. എന്നിട്ട് പുള്ളി രാജകൊട്ടാരത്തിലേക്ക് ഓടി. ഇത് തനതായിട്ട് ഒന്നും ചെയ്തില്ല. പിന്നെയും ആടുകളെ എത്തിക്കാൻ പോവുക. സ്വത്രം. എന്നിട്ട് അവിടെ വീട്ടില് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. ഈ ശൗലിന് ദൈവകൃപ വിട്ടുമാറിയപ്പോ ഇടയ്ക്കിടയ്ക്ക് ഭൂതം കിടും. ദൈവകൃപ മാറിയപ്പിന്റെ ഭൂതം വളരെ സൂക്ഷിക്കണം. ജീവിതം ശരിയല്ലെങ്കിൽ അഭിഷേകം മാറും, ആത്മാവ് മാറും. ശരിക്കും കേൾക്കണേ, അനുസരണം ശരിയല്ലെങ്കിൽ ആത്മാവ് മാറും. സ്വതന്ത്രം. ഹൃദയപൂർവ്വം അനുസരിക്കാനുള്ള ഒരു സ്വഭാവ ആത്മനിറവിന്റെ ഏറ്റവും ശ്രേഷ്ഠത. ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ദാവീദ് ചോദ്യം ചെയ്തില്ല. അഭിഷേകത്തിന്റെ ആണെങ്കിലല്ലോ, ഇനിയിപ്പോ ഞാൻ രാജാവല്ലോ എന്ന് ചോദിച്ചവൻ ചാടിക്കറിയൊന്നുമില്ല. അവൻ ശാന്തതയോടെ കാത്തിരിക്കുകയാണ്. അവൻ എവിടേക്ക് പോയി? ആടിനെ തിറ്റാൻ പോയി. നമ്മളാണ് പോകും. എന്നെ രാജാവായിട്ട് അവിടെ ഇനിയിപ്പോ ആടിനെ തീരാമെന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞ് വേണ്ടി വന്ന വേളമുണ്ടാക്കി അവൻ പ്രൈസുള്ള വേറെ പരിപാടിക്ക് വന്ന് നോക്കിയാൽ ദാവീദ് അങ്ങനല്ല. അവൻ തിരിച്ചു പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ശൗലിന്റെ മേൽ ദുരാത്മാവ് വരുമ്പം അവൻ ഈ കൊച്ചനെ വിളിപ്പിച്ച എന്തോ ചെയ്യും? വീണ വായിക്കും. പിള്ളേക്ക് വീണ വായിക്കുമ്പോഴാണ് അയാൾ വിചാരിച്ചിരിക്കുന്ന വീണ വായിക്കും. വീണയിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമാണ്. ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന കുഞ്ഞുങ്ങൾ ഓർക്കണം, നീ വിശുദ്ധനെങ്കിൽ നീ വായിക്കുന്ന ഇൻസ്ട്രുമെന്റിൽ കൂടെ അഭിഷേകത്തിന് ചലപ്പെടുത്തും. നീ ആത്മനിർഭരന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ദാവീദിനെ പോലെ ഏൽപ്പിക്കപ്പെട്ട അനുസരണമുള്ള ഒന്നാണെങ്കിൽ ഓർത്തോളം, നിന്റെ നാവിൽ കൂടെ പുറപ്പെടുന്ന വാക്കുകൾക്ക് അഭിഷേകത്തിന്റെ ചലനം വെളിപ്പെടും. ദാവീദ് തിരിച്ചുപോയി ആടുകളെ തീറ്റുക. പിന്നെയും തന്റെ ഡ്യൂട്ടി വീട് വായിക്കുക. താൻ ചോദ്യം ചെയ്യുന്നില്ല, താൻ സങ്കീർത്തനം എഴുതുക. വരുന്നു. അടുത്ത ഒരു ദിവസം വീട്ടിൽ വന്ന ആടുകളുമായി തിരിച്ചു വന്നപ്പോൾ അപ്പൻ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുക, ഇവനെ അളക്കുക. അവൻ അപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യുന്നില്ല. സഹോദരന്മാർക്ക് വേണ്ടി ചില അവർ ഇന്ന സാധനം കൊണ്ടുവന്നവർക്ക് കൊടുക്കുന്ന ഒരു പട്ടാളത്തിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഫെലിസ്തീന് നേരെ യുദ്ധം ചെയ്യുക. അവൻ നേരം ഈ സാധനം എല്ലാം എടുക്കുമ്പോൾ പുള്ളി എപ്പോഴും ഈ ബാഗും തോളരുത്. നേരത്തെ ചോദിക്കും, എന്താ ഇത്? അതെന്നെ നെയ്യ് വെപ്പിച്ചേക്കുന്ന അപ്പൻ അതിനകത്ത് ഉണ്ടായിരിക്കാം. എപ്പോഴും വീണയും വേണം, പുള്ളിക്ക് സഞ്ചിയും വേണം. ചിലരാണെ പറഞ്ഞ് ഇനിയിപ്പോൾ വീണയിലേലും കളിക്കും, ഇനി വൈകുളിയിലേലും കളിക്കും. ഓടിപ്പോൾ എങ്ങനെയും ബാല്യതയിൽ കൊടുത്തേച്ച് ആരാണിക്ക് പോയി ഫ്രീസിലോ കുത്തിയിരുന്ന്, അല്ലെങ്കിൽ വൈകിട്ട് വീട്ടിൽ വരുമ്പോഴും ഒത്തിരി ക്ഷീണമാണ് ജോലി കഴിഞ്ഞ ചേട്ടോ, നീ അങ്ങ് വായിച്ചു, നീ അങ്ങ് പ്രാർത്ഥിച്ചോ. ഇവിടെ ഇരിക്കൊണ്ടാ ഫ്രീസിലോ. അതുകൊണ്ടായി ഒന്ന് പറയുന്നത്, ഇത് ദൈവം തന്നിരിക്കുന്ന ഫ്രീസിലോ ശ്രേഷ്ഠമേറിയ ആയുധമാണെന്ന് മറക്കരുത്. ഇത് നീ എന്ന് താത്തു വെക്കുമോ സ്വർഗവും നിന്നെ താത്തു. എന്ന് നീ ഉയർത്തിക്കൊണ്ടുവരുമോ അന്ന് സ്വർഗവും നിന്നെ ഉയർത്തിക്കൊണ്ടു. ഇതിന്റെ പ്രത്യേകത ദാവീദിന്റെ ചുമടിൽ പ്രൈസോ വലിയ ചുമട് വെച്ചു കൊടുത്ത സഹോദരന്മാർക്ക് സന്തോഷത്തോടെ ഏറ്റെടുത്ത് കണ്ടു. സ്വതന്ത്രം സ്വതന്ത്രം സന്തോഷത്തോടെ. അല്ലാതെ അവന്മാരെല്ലാം കൂടി എന്നെ കൊല്ലാതിരിക്കും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അഭിഷേകത്തിന്റെ പൂർണ്ണനിറവ് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സഹോദരങ്ങളെല്ലാം ഇവനെ ഒറ്റപ്പെടുത്തുന്നതായി. എപ്പോഴും അങ്ങനെ. ജോസഫിനെ നോക്കി അപ്പനും അമ്മയും സഹോദരങ്ങളും അവനെ ഒറ്റപ്പെടുത്തി. അവൻ ഇവിടെ നോക്കിയേ, ദാവീദിന്റെ കുടുംബത്തിലും ദാവീദ് ഒറ്റപ്പെട്ടവനാണ്. പക്ഷെ ദാവീദിനൊന്നും ഒരു വിഷയമല്ല. ദാവീദ് തന്നെ വീണ ടൂൺ ചെയ്യുക, വീണ വായിച്ചുകൊണ്ടിരിക്കുക. ദാവീദിനൊന്നും വിഷയമല്ല. കല്ല് മിനുസപ്പെടുത്തുക. എന്തോത്തിനാണ് കല്ല് മിനുസപ്പെടുത്തുന്നത്? ഇനി ഏതെങ്കിലും സിംഹോ കരടിയോ വല്ലതും വരുന്നുണ്ടോ? അല്ല, ദൈവം എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. എന്താ ദൂതെന്നറിയാമോ? ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കണം. നാളുകളായി ഉപദേശം നഷ്ടപ്പെട്ട്, നാളുകളായി പ്രമാണം നഷ്ടപ്പെട്ട്, ഇസ്രയേലിനെതിരെ ഫെലിസ്ത്യൻ യുദ്ധം ചെയ്ത് ഗോലിയാത്ത് അവന്റെ ദേവന്മാരെ പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തി ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കൊണ്ട് നിറച്ച് ദേശത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഈ സഞ്ചി എന്റെ കൂടെ കിടക്കട്ടെ, അവൻ വീണയും എന്റെ കയ്യിലിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചോദിക്കുന്നു, പാടാൻ നിനക്ക് കഴിവുണ്ടായിരിക്കാം, വാക്യം വായിക്കാൻ കഴിവുണ്ടായിരിക്കാം, പലതും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ആത്മാവ് ചോദിക്കുന്നു, അഭിഷേകമില്ലാത്ത തൈലക്കൊമ്പും അഭിഷേകമില്ലാത്ത വീണയും അഭിഷേകമില്ലാത്ത കല്ലും അതിൽ ഇടർച്ച കല്ലുകളും വേദനയുള്ള വീണകളുമായി മാറ്റപ്പെടും. എന്നാൽ ഓർത്തുകൊള്ളണമേ, അവൻ സ്റ്റിങ്സുകൾ വലിയ ബലമില്ലെങ്കിലും അഭിഷേകമുണ്ടോ? കല്ലുകൾക്ക് വലിയ ആകൃതികളില്ലെങ്കിലും അഭിഷേകമുണ്ടോ? നിന്റെ വീട്ടിൽ അഭിഷേകമുണ്ടെങ്കിൽ നിനക്കുള്ള വാക്തത്വങ്ങൾ നന്മയും
കരുണയും നിന്റെ പിന്നാലെ നിന്നെ അനുഗമിക്കും. ദാവീദ് ചുമടുമായി കടന്നു അവന്മാരെല്ലാം തിന്നു കഴിഞ്ഞു പറഞ്ഞു, ഇനി എന്തിനാ നീ ഇവിടെ ഇറങ്ങുന്നത്? വെടിപ്പാൻ പറഞ്ഞു. സ്വോത്രം. അപ്പോഴത്തെ സൈന്യം മുറുകിയിരിക്കുക ഇസ്രായേൽ നേരെ. ശക്തത വരെ സൈന്യം മുറുകി. ഏത് സമയവും ഇസ്രായേൽ പരാജയപ്പെടാം. സ്വോത്രം. ദാവീദ് പറഞ്ഞു, എന്നെ ഇവനെ ആത്മാവ് പ്രേരിപ്പിക്കുക. എനിക്ക് 2 വാക്ക് ശൗലോട് ടെസ്റ്റിമണി പറയണം. ടെസ്റ്റിമണി പറയാം. അവൻ ഒരുപാട് ചേട്ടന്മാർ പറഞ്ഞാൽ നീ അഹങ്കാരത്തിനൊന്നും പറയാമോ? നീ ബാധിക്കുന്ന നിനക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവം അഹങ്കാരമേ പറയത്തുള്ളൂ. ഇവിടെ പറയുന്നവരുണ്ടല്ലോ അങ്ങനെ. ഭാഷയിൽ എപ്പോഴെത്തുന്നുണ്ട് അഹങ്കാരം പറയുന്നുണ്ടാ. ഇത് പിടിച്ചു നിനക്കുള്ള ദൂതായി. സ്വോത്രം. സ്വോത്രം. ഈ അഹങ്കാരം പറയുന്നതിൽ കൂടാന്നല്ല പലപ്പോഴും നീ രക്ഷപ്പെട്ടത്. അത് തന്നെ ദാവീദിനും പറയാനുള്ളത്. സ്വോത്രം. ദാവീദ് ഒന്നും പറഞ്ഞില്ല, എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ദാവീദ് പറയുക, അവൻ പ്രൈസ് ഞാൻ കാട്ടിലായിരുന്നപ്പോ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും കടന്നു വന്നു. സ്വോത്രം. ഇത് കേൾക്കാനായിട്ട് പറയുന്നു. നോക്കിയ സിംഹവും കരടിയും. അവൻ പ്രൈസ് നേരം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ അടുത്ത് നിന്ന് ഒരാൾ ചൊറിയുന്നുണ്ട്. ചുമ്മാതാ. ഇവിടെ നിന്ന് ചൊറിയല്ലേ ഏർപ്പെടുന്നത്? ചൊറിയാറില്ല. ഇത് ചുമ്മാതാണ്. ചൊറിച്ചിൽ മാറത്തില്ലെന്ന് ഓർത്തോളാം. പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞ ചൊറിയരുത്. കൂടെ ദൂത് കേൾക്കുന്നു. ദൂത് കേൾക്കുമ്പോൾ ഏറ്റെടുത്തേക്കാം. ആ ചൊറിച്ചിലൊന്നും നമുക്ക് വേണ്ട. സ്വോത്രം. ആമേൻ. ആമേൻ. പ്രൈസ് അവിടെ കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെയാ അവരാ ടെസ്റ്റ് പണി പറഞ്ഞു കഴിഞ്ഞപ്പോ അന്നേരം ശൗല് പറഞ്ഞു, ആ പാടെ പുള്ളി മേടിച്ചേക്ക് ഏതാനും നിങ്ങളുടെ ഒന്ന് വിടുതൽ കിട്ടിയാൽ വിചാരിച്ച് പുള്ളിയിരിക്കുക. അങ്ങനെ അന്നേരം ചലിപ്പിക്കുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏതൊരു കൂടെങ്കിലും ഒന്ന് കിട്ടിയാൽ പറഞ്ഞിരിക്കുക. അതിന് അവിടെ എല്ലാം പോകുന്നറിയാമോ? ആത്മാവ് പോയതിന്റെ ലക്ഷ്യമാണ്. ഈ വട്ടം ഓടി നടക്കും. വട്ടം ഓടല്ല. നിനക്ക് എവിടെ ഉണ്ടോ അവിടെ സ്റ്റിക്ക് ചെയ്ത് വിശ്വസ്തയോടെ നിൽക്കണം. അതാണ് ഈ വാക്ക്. അവൻ പ്രൈസുള്ള ദാവീദ അവൻ ഈ ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോ ശൗല് പറഞ്ഞു, അവൻ എങ്ങനെങ്കിലും ഇതിനകത്ത് വിടുതൽ കിട്ടിയാൽ മതി. പ്രൈസുള്ള അന്നേരം പറഞ്ഞു, അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൂടാ. ഗോലിയാത്ത് എന്ന് പറയുന്നത് ഇന്ന വയ്ക്കുക, ഇന്ന രീതിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവൻ പറഞ്ഞു, വാക്കുണ്ട്, എനിക്കൊരു ആയുധമില്ല എൻ്റെ കയ്യിൽ. അവൻ യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്വന്തം നിന്റെ വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ ലോകത്തിന്റെ മഹിമകൾ വിളിച്ചു പറയുമ്പോൾ നീ വിളിച്ചു പറയണം, യഹോവ എന്നോട് കൂടെ ഉണ്ട്. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ യുദ്ധം ചെയ്യും. ആ നീചനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ അമാലേക്കിനെ ആ ഫെലിസ്ത്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ അഗ്രയറിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യഹോവയായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ അവൻ ദാവീദ് കവണയുമായി ഇറങ്ങുമ്പോൾ അവന്റെ സഹോദരന്മാർ അവനെ കളിയാക്കി ദൂരെ നിൽക്കുകയാ. എന്താ സംഭവിക്കാൻ പോകുന്നത് കാണട്ടെ. ഒരുത്തൻ വിളിച്ചു പറയുന്നു, അവൻ എല്ലായിടത്തു നിന്നും നിന്നയുടെ വാക്കുകൾ, എല്ലായിടത്തു നിന്നും ദുഷിക്കുന്ന വാക്കുകൾ, എല്ലായിടത്തു നിന്നും ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ, അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്ന വൈദ്യരാണോ? ഓർത്തുവണം, നിന്റെ വീട്ടുകാർ നിന്നെ എൻകറേജ് ചെയ്യുകയില്ല, കൂട്ടുകാർ എൻകറേജ് ചെയ്യുകയില്ല, ചുറ്റുപാടുകൾ എൻകറേജ് ചെയ്യുകയില്ല. പക്ഷെ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ഒരു എൻകറേജ് ഉണ്ടെന്ന് മറക്കരുത്. അത് നിന്റെ വലിയ കാര്യങ്ങളിലേക്ക് നടത്തുന്നതാണെന്ന് മറക്കരുത്. ഞങ്ങൾ നാളുകളായി പല ആയുധങ്ങൾ വാളും കുന്തമെല്ലാം ഉപയോഗിച്ച ക്ഷീണിച്ചു പോയി ഞങ്ങൾ നിൽക്കുമ്പോൾ നാവോദരുത്തൻ ശൗൽ പറഞ്ഞു, ഒറ്റ ഒരെണ്ണം മുണ്ടിപ്പോകരുത്, അവൻ എന്തോ ചെയ്യുന്ന ചെയ്യട്ടെ. ഇവൻ വിളിച്ചു പറഞ്ഞു, അവൻ പ്രൈസ്തലോ സർവശക്തരായ ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന നിന്റെ മുമ്പിൽ യഹോവയുടെ നാമത്തിൽ ഞാൻ കയറി വരികയാ. അടുത്ത വെല്ലുവിളി കേൾക്കണോ? ഒരു പ്രൈസ്തലോ വെറുന്നൊരു നായെ പോലെയുള്ള നീ, അവനൊരു നായെ പോലെയുള്ള നീ കയറി വരുന്നത് ചോദിച്ച് കളിയാക്കി, അവൻ വെറും പുച്ഛമയനെ കാണുന്ന ചോദിച്ച് കയറി വരുമ്പോ അവൻ സ്വർഗത്തിന്റെ ദൈവം പറഞ്ഞു, ഇനി അടങ്ങിയിരിക്കരുത്, അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിനക്കെതിരെ നിന്ദിക്കുന്ന വാക്കുകൾ, കളിയാക്കുന്ന, ദുഷിക്കുന്ന, ദുഷ്ടമാകുന്ന ശക്തികളുടെ വാക്കുകൾ കേട്ടിട്ട് അവിടെ നിന്ന് കരഞ്ഞു കാണിക്കാനുള്ള അഭിഷേകം തന്നതാ. അവൻ പ്രേക്ഷകർ നിന്ദിക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ അകത്ത് മാറി കരയാനുള്ള ആത്മാവ് വരുന്നതാ. അകത്തളത്തിലേക്ക് സഞ്ചിയിലേക്ക് കൈവകുക. ആത്മാവ് നിലവെ ചലിക്കേണ്ട. കൈവൻ ചലിപ്പിച്ചു. ആ കല്ലെടുക്കേണ്ടതെടുത്തു. 5 കല്ലുള്ളത് അഭിഷേകത്തിന്റെ ചെലവാണ് ഇതിന്റെ കയ്യിലെങ്കിൽ
എടുക്കാനുള്ള സമയമായി. തെരഞ്ഞെടുത്തവന് പ്രൈസുള്ള ചിലത് തെരഞ്ഞെടുത്ത് യുദ്ധം ചെയ്യാനുള്ള സമയമായി. ഇവിടെ ഇരിക്കുന്ന ഓരോന്നിനും ദൈവാത്മാവ് ഇടപെടുക. നിന്റെ ഭവനത്തിന് നേരെ ഒരു ഫെലിസ്തീനുണ്ട്, നിന്റെ തലമുറയ്ക്ക് നേരെ ഒരു ഫെലിസ്തീനുണ്ട്. നാളുകളായി അശുദ്ധിയാളുകൾ വെല്ലുവിളിക്കുകയാ. നിന്നെ മുടിക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ വെല്ലുവിളിക്കുകയാ. ദൈവസഭയ്ക്ക് നേരെ ഒരു ഫെലിസ്തീനുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, വീണ തൈലത്തെ നിന്ദിക്കുന്ന ഒറ്റ ശൗലന്മാർ ഇതിനകത്ത് കാണല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനോട് കൂടി അനേകരില്ല, ഒറ്റയ്ക്ക് അവൻ കയറി ചെല്ലുകയാണ്. ഒന്ന് കൂടെയുള്ളവൻ നിന്ദിച്ചുകൊണ്ട് നിൽക്കുന്നു, മറ്റൊന്ന് എതിർശക്തി നിന്ദിക്കുന്നു. പ്രശ്നമില്ല, ദാവീദ് നോക്കുന്നത് ഉയരത്തിലേക്കാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ, നിങ്ങളെ നോക്കിയല്ലേ ശുശ്രൂഷിക്കുന്നേ, സർവശക്തനായി ദൈവത്തെ നോക്കി ശുശ്രൂഷിക്കുക. നിങ്ങൾ എന്ത് വിചാരിച്ചാലും, എന്ത് രഹസ്യത്തിൽ പറഞ്ഞാലും പരസ്യത്തിൽ പറഞ്ഞാലും ഞാൻ അതിന് ബോധമല്ലെന്ന് അതുകൊണ്ടാണ് പറയുന്നേ. ഞാൻ നോക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ നോക്കി യുദ്ധം ചെയ്യുന്ന ദൈവമേ, ഏത് കല്ലടിക്കണം, അവൻ ഏത് ശക്തിയുടെ നേരെ ചെയ്യണമെന്നുള്ളത് നിന്റെ കൂടെയുള്ളവരല്ല നിനക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അവരുടെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചിരിക്കുമ്പോൾ അഭിഷേകം ചലിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്റെ കൈകൾ ചലിച്ചാൽ ഓർത്തു പറയണം, ഫെലിസ്ത്യന്റെ നേരെ ആകടിക്കാൻ പോകുകയാണ്. ആ കല്ലെടുത്തു, വീണകൾ മാറ്റിവെച്ചു. ആ കല്ലെടുത്ത് അവൻ കവണയിൽ ചുറ്റിപ്പിടിച്ചു. എറിയേണ്ടതും ആത്മാവാ ചെയ്യുന്നത്. ഹല്ലേലൂയ. എവിടെ എറിയണം, എങ്ങനെ എറിയണമെന്ന് അവൻ ഒരുപക്ഷെ നിനക്കറിയത്തില്ലായിരിക്കും. ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴോ ബുദ്ധി ബലഹീനമായി മാറുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വൈദ്യുതി ആത്മപൂർണ്ണൻ ഭ്രാന്തനാണ്. ആത്മപൂർണ്ണൻ പലപ്പോഴും ഭ്രാന്തനെ പോലെയായിത്തീരും. പക്ഷെ എപ്പോഴും ഓർത്തു പറയണം, അവന്റെ പേര് ഒരു ആത്മാവിന്റെ സ്പർശനത്തിന്റെ വിവേകം അവന്റെ പേരുണ്ട്. ഹല്ലേലൂയ. ആരുടെ നേരെ യുദ്ധം ചെയ്യണം? തിരിച്ചവൻ ജനത്തിന് നേരെയല്ല. അവൻ ഏത് ശക്തിയാണോ ജനത്തെ വഞ്ചിച്ചത്, ആ ശക്തിക്ക് നേരെ എറിയുവാൻ ആത്മാവിന്റെ കല്ല് ആ കല്ലുകളുടെ പേര് വ്യാപരിച്ചെങ്കിൽ ആത്മാവിടെ വരുന്നത് കല്ലുകൊണ്ട് നിനക്ക് ദൈവം അവൻ ഫെലിസ്ത്യന്റെ മേൽ തരാൻ കഴിഞ്ഞ ദൈവമാണെങ്കിൽ ഞാൻ ഇന്ന് വളർക്കാതെ വിശ്വസിക്കുന്നു, ജീവനുള്ള കല്ലിനോട് ചേർത്ത് പണിഞ്ഞ എന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഈ ദേശത്തിന്റെ പ്രഭുവിനെ തകർക്കാനുള്ള കല്ലിനോട് പ്രമാണത്തിന്റെ കല്ല് ജീവനില്ലാത്ത കല്ലായിരുന്നുവെങ്കിൽ ഇന്ന് വളർക്കാർ വരയ്ക്ക് വേണ്ടി ക്രൂശിൽ വെച്ച് ഉടഞ്ഞ് അവൻ തരിപ്പണമായി എന്റെ മേൽ വ്യാപരിക്കുന്ന അവനോട് ചേർത്ത് പണിഞ്ഞ ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ നാമത്തിൽ ശത്രുവിനെ യുദ്ധം ചെയ്യുമ്പോൾ എത്ര വല്ല ഫെലിസ്തീനോടെ വീഴുകയാണ്. ഹല്ലേലൂയ. അവൻ ഫെലിസ്തീനെ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തുമ്പോ എല്ലാവരും നോക്കി നിൽക്കുകയാ. ഒറ്റയേറെ എറിഞ്ഞുള്ളൂ കേട്ടോ. ഒറ്റ ശാസനം മതി ചിലതിന്. അങ്ങനെയുള്ളതിന് ഒറ്റ ശാസനം മതി. ശാസിച്ച് നീണ്ട പണി നോക്ക്, ബാക്കിയുള്ളത് കർത്താവ് നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. വീണ് കിടക്കുന്നതിനെ കണ്ട് അന്നേരം ആത്മാവർഗങ്ങളെ വിട്ടാൻ പറ്റത്തില്ല. ഇവരെ തീർത്തിട്ടേ പോകാവൂ. കയ്യിൽ വാളില്ല. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ വാള് വേണ്ട, നിന്റെ കയ്യിൽ ആയുധങ്ങൾ വേണ്ട. യഹോവ കരുതിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി യഹോവ കരുതിയിട്ടുണ്ട്. ആളെ വെച്ചാണ് നിന്നെ വരുത്തി അഭിഷേകം ചെയ്തതെങ്കിൽ നിനക്ക് വേണ്ടി തക്ക സമയത്ത് കരുതുന്ന യഹോവയുടെ അഭിഷേകം ദാവീദേ മുമ്പിലുണ്ടെന്ന് മറക്കരുത്. ഓടിച്ചെന്നോ ചാടിക്കേറി അവനെ നിന്നു. സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചുകളെയും അരുളി ചെയ്ത ദൈവത്തിന്റെ നാമത്തിൽ, ആ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് ശരിയായി തിരിച്ചറിയുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം യുദ്ധം ചിലത് ജയിക്കാൻ പോകുകയാണ്. ഞാൻ അവിടെ കൊണ്ട് ഇന്ന പകൽക്കാലത്ത് ബാക്കി ഒത്തിരി ഭാഗം പറയാനുണ്ട്, അതിലേക്കെല്ലാം പോകുന്നില്ല. അവിടെ അവൻ കയറി നിന്നു. അവൻ ആരുടെ പ്രൈസിൽ ആരെ കൊല്ലണമോ അവന്റെ കയ്യിൽ തന്നെ വാള്. നിന്നെ കൊല്ലാൻ വരുന്നവന്റെ വാള് അവൻ ഏതു വാളാണോ അതേ വാളാൽ തന്നെ അവനെ തകർക്കാൻ പറ്റുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിലുണ്ടെന്നുള്ളത് മറക്കരുത്. ഹല്ലേലൂയ. നീ കാണാത്ത വാളുകൾ, ആചാരങ്ങളും മന്ത്രവാദങ്ങളും നിനക്കെതിരെയുള്ള ചില പണികളും അതേ പണിയാ അവൻ സ്വർഗത്തിലെ ദൈവം ന്യായം വിധിക്കുമെന്ന് മറക്കരുത്. അഭിഷേകമുള്ള ദാവീദേ, നിനക്കെതിരെ ചില വാളുകൾ